ഹലോ മിച്ചൂസ് ഗാർഡൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കുറച്ചധികം ബിഗോണിയുടെ പുതിയ വെറൈറ്റീസ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെയർ ബിഗോണികളാണ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന റേറ്റ് വരെ നല്ല പ്രൈസിനാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഈ ബിഗോണിയൊക്കെ ഇത്ര റേറ്റ് ഉണ്ടോ എന്ന്. ഉണ്ട്, കാരണം അഗ്ലോണിമയിൽ നമ്മൾ വെറൈറ്റി അനുസരിച്ച് റേറ്റ് കൂടുന്നില്ലേ. ഇപ്പോൾ 1000 രൂപയുടെ അഗ്ലോണിമകൾ നമ്മൾ വാങ്ങുന്ന പോലെ തന്നെ ബിഗോണിയയ്ക്കും അത്യാവശ്യം അതിൻ്റെ റെയർ ക്വാളിറ്റി അനുസരിച്ച് റേറ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ബിഗോണിയയുടെ കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ബിഗോണി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയാമായിരിക്കും ഒരു പക്ഷേ ഇതൊക്കെ നല്ല റെയർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണെന്ന്. നോർമൽ ബിഗോണി എന്ന് മാത്രം കേൾക്കുന്ന എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് നമുക്ക് തോന്നിയേക്കാം. കാരണം ഞാനും ആദ്യമായിട്ടാണ് ഇത്രയും വെറൈറ്റിയും സെയിൽ ചെയ്യുന്നതും ആദ്യമായിട്ടാണ് ഇത്രയും വെറൈറ്റി പ്ലാന്റ്സ് കാണുന്നത്. നോർമൽ കുറച്ച് ഈ ടൈപ്പ് വെറൈറ്റീസൊക്കെ ഞാനും കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സെയിലിനായിട്ട് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് ഈ റെയർ പ്ലാന്റ്സുകൾ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഈ പ്ലാന്റ്സുകളെല്ലാം തന്നെ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റും മാക്സിമം നല്ല റേറ്റിന് തന്നെയാണ് നമ്മളും പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ബിഗോണിയ പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ മൂവാറ്റുപുഴയിലാണ് നമ്മുടെ വീട്. നിങ്ങൾക്ക് നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യാം. ബിഗോണിയാകുമ്പോൾ നേരിട്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഒരുപാട് റെയർ വെറൈറ്റി ഉണ്ടെന്ന് പല കസ്റ്റമേഴ്സും വാങ്ങിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ കേരളത്തിനകത്തുള്ള എല്ലാവർക്കും ഡയറക്റ്റ് ഡെലിവറി ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണിച്ചിരിക്കുന്നതൊക്കെ കോഴിക്കോടുള്ളൊരു കുട്ടി വാങ്ങിയിരിക്കുന്നതാണ്. ഞാൻ അവർക്ക് ഈ സെയിം വിത്ത് പോട്ട്, ഏത് പോട്ടിലാണോ ചെടി വന്നിരിക്കുന്നത് ആ വിത്ത് പോട്ട് തന്നെ നമ്മുടെ KSRTC കൊറിയർ ഉപയോഗിച്ചിട്ട് അവർക്ക് അന്ന് തന്നെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ അയച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേരളത്തിനകത്തുള്ളവർക്കാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട, നമ്മൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പ്ലാന്റ്സ് എത്തിച്ചു തരും കേട്ടോ. അപ്പോൾ ബിഗോണിയ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ കൊറിയർ അയച്ചു. കുറേയൊക്കെ ആളുകളാരും ഒന്നും പറഞ്ഞില്ല, ഓക്കെയാണ്, ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടി, നമ്മൾ വിത്ത് പോട്ട് തന്നെ അയച്ചു കൊടുത്തു, ഹെൽത്തി ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞു. വിത്തൗട്ട് പോട്ട് അയച്ചവർക്കും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും ഒരുപാട് ഇതൊക്കെ ഒരുപാട് റെയർ വെറൈറ്റി കളക്ട് ചെയ്താണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ ഡയറക്റ്റ് നമ്മൾ KSRTCക്ക് കൊറിയർ സർവീസ് ഉണ്ട്. നല്ല നമുക്ക് ജെനുവിനായിട്ടുള്ള നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന അടിപൊളി സർവീസ് തന്നെയാണ് കേട്ടോ KSRTCയുടെ സർവീസ്. അതുപയോഗിച്ചിട്ട് ഞാൻ അവർക്ക് ഈ സെയിം പോട്ടിൽ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി അവർ വീണ്ടും ഓർഡർ ചെയ്തു. ആ ഓർഡർ ചെയ്തിരിക്കുന്ന പ്ലാന്റ് അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ നല്ല എക്സോട്ടിക് ആയിട്ടുള്ള റെയർ വെറൈറ്റിയാണ്. അപ്പോൾ കുറച്ചൊക്കെ ബിഗോണി അറിയാവുന്ന ആളുകൾ വിചാരിക്കും, ഓ ഇത് നോർമലാണല്ലോ, എൻ്റെ കയ്യിലുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും. ഞാനും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അല്ല, ഓരോ കേളി അനുസരിച്ചിട്ടും അതുപോലെ അതിൻ്റെ ഓരോ പുള്ളിക്കും ഓരോ കുത്തിനും വരെ പ്രൈസ് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നുണ്ട് കേട്ടോ. ഈ ഒരു ട്രെയിലിരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം അത്യാവശ്യം നല്ല റെയർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം നല്ല പ്രൈസും ഉണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് കുറേ കൂടിയുണ്ട് നോർമൽ വെറൈറ്റീസ്. ഒരു 200 റേഞ്ചിന് പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്സാണ്. ഈ ഇരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ നമ്മളൊരു 200 രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന ഈ വെറൈറ്റി എല്ലാം 200 രൂപയ്ക്കാണ് നമ്മൾ പ്ലാന്റ് കൊടുക്കുന്നത്. ഇതെല്ലാം 200 രൂപ സൈസിന് വരുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഫയർ വർക്ക്സ് ഒക്കെ പോലുള്ള പ്ലാന്റ്സുകൾ നമ്മൾ 200 രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. മിനിമം ഒരു 5 പ്ലാന്റെങ്കിലും എടുത്തെങ്കിൽ നമുക്ക് 200 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റൊക്കെ 200 രൂപയ്ക്ക് കൊറിയർ ചെയ്യാൻ നമുക്ക് ഭയങ്കര നഷ്ടമാണ്. കാരണം ഇതിനകത്ത് വളരെ തുച്ഛമായിട്ടുള്ള പ്രോഫിറ്റ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ആരും വാങ്ങിയില്ല എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഞാൻ റെയർ പ്ലാന്റ്സ് ആദ്യം പോയി കളക്ട് ചെയ്തത്. എനിക്ക് ബിഗോണി ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു റെയർ ആരും മേടിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇല കുത്തി നമുക്ക് മഴക്കാലത്ത് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഒരു ചെറിയ ഇലയുടെ കഷ്ണം വെച്ചാൽ പോലും നമുക്ക് അതിനകത്ത് നമുക്ക് തൈ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ പ്ലാന്റ്സൊക്കെ പോയി വാങ്ങിയത്. പക്ഷേ കണ്ടപ്പോൾ തന്നെ ഇതെല്ലാം തന്നെ സോൾഡ് ഔട്ടായ പ്ലാന്റ്സുകളാണ് കേട്ടോ. ഇതെല്ലാം ഓരോരുത്തർ കളക്ട് ചെയ്ത് മണ്ടയിലേക്ക് ഷിപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന പ്ലാന്റ്സുകളാണ്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് മനസ്സിലായി റയർ പ്ലാന്റ്സ് ബിഗോണിയയ്ക്കും അഗ്ലോണിമ പോലെ തന്നെ ആളുകളുണ്ടെന്ന് മനസ്സിലായി. ഞാൻ വീണ്ടും പോയി കുറേയും കൂടി പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ 200-250 റേഞ്ചിൽ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ. നോർമൽ വെറൈറ്റീസ് അല്ല, അത്യാവശ്യം എക്സോട്ടിക് ആയിട്ടുള്ള വെറൈറ്റി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിഗോണിയ പ്ലാന്റ്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ മൂവാറ്റുപുഴയിലേക്ക് വന്നാൽ നേരിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കേരളത്തിനകത്താണെങ്കിൽ നിങ്ങൾ കുറേയേറെ വെറൈറ്റീസ് ഒരുമിച്ച് കളക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മാക്സിമം KSRTC സർവീസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരാൻ സാധിക്കുന്നതായിരിക്കും. 1-2 എണ്ണമൊക്കെ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചെയ്യാം കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മഴ നനഞ്ഞ ചെടിയുടെ പുറകെ നടന്നിട്ട് സൗണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമയോടുകൂടി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.